ഹലോ ഡേ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. തിങ്ക് ഡിഫറൻറ്റ് സീരീസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോർമലി എങ്ങനെയാണ് ChatGPT-യിലും അതുപോലെ ക്രോമിലും ഒക്കെ നിങ്ങൾ വ്യത്യസ്ത സൈറ്റുകളൊക്കെ ചെക്ക് ചെയ്താൽ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് കിട്ടുകയെന്ന് നമുക്ക് നോക്കാം. ഞാനും ഒന്ന് രണ്ട് മെത്തേഡുകൾ പറയുന്നുണ്ട്. അതിലെ മെത്തേഡുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിട്ട് ചിന്തിച്ച് പല പ്രോബ്ലങ്ങളും പല രൂപത്തിൽ ഗ്രാസ്പ് ചെയ്യാമെന്നാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. So, a ball is thrown up vertically with a certain velocity so that it reaches a maximum height h. Find the ratio of the times in which it is at a height h/3 while going up and coming down respectively. The question simple ആ. മേലേക്ക് എറിഞ്ഞു, മേലേക്ക് പോണ പോക്കിൽ ഒരു തവണ h/3 എത്തും, പിന്നെ അടുത്ത h/3 കവർ ചെയ്ത് അടുത്ത h/3 കവർ ചെയ്ത് ടോപ്പിലെത്തും. ടോപ്പിലെത്തിയിട്ട് പിന്നെ ഒരു തിരിച്ചു പോരലാണ്. ആ തിരിച്ചു പോരലിൽ ഒരിക്കൽ കൂടി ഈ h/3 എന്ന് പറഞ്ഞ ഹൈറ്റിലെത്തും. മേലോട്ട് പോകുമ്പോഴും എത്തി, താഴോട്ട് വരുമ്പോഴും എത്തും. 2 തവണ എത്തും. അപ്പം ഇവിടെ എത്താനുള്ള ടൈമും അതുപോലെ ഇവിടെ എത്തി ഇവിടെ എത്താനുള്ള ടൈമും, ഈ 2 ടൈമും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദ്യം. അപ്പം മേലേക്ക് എറിഞ്ഞു, പോണ പോക്കിൽ h/3 അതിനുള്ള ടൈം, അതേപോലെ പോണ പോക്കിലല്ല വരണ വരവിൽ h/3 എത്തി അതിനുള്ള എറിഞ്ഞത് മുതൽ ഇവിടെ വരെയുള്ള ടൈം, എറിഞ്ഞത് മുതൽ ഇവിടെ പോയി ഇവിടെ എത്താനുള്ള ടൈം, ഈ 2 ടൈമുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് ക്വസ്റ്റ്യൻ. ഇത് ട്രഡീഷണൽ വഴിയിൽ എങ്ങനെയാ ചെയ്യാന്ന് ചോദിച്ചാൽ s=ut + ½ ഇട്ട് കൊടുത്ത് ടൈം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ വേണമെങ്കിൽ അതൊന്നും ചെയ്യാം. കുറച്ച് ലെങ്തി ആവും കേട്ടോ വീഡിയോ. നിങ്ങൾക്ക് അത് അറിയണമെന്നില്ല എങ്കിൽ സ്കിപ്പ് അടിച്ച് പോയാൽ മതി. ഇതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വേർഷൻ മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പർ പഠിച്ചിട്ടില്ലേ? അതിന്റെ റിവേഴ്സ് റേഷ്യോ വേറെ ഉണ്ടായിരുന്നു. ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പർ എന്താ? അതിന്റെ തിങ്ക് ഡിഫറൻറ്റ് സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെന്തായിരുന്നു? ഈക്വൽ ടൈമിൽ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റുകളുടെ റേഷ്യോ ആയിരുന്നു. ഇത് S2, ഇത് S3 ആണെങ്കിൽ ഇവർ തമ്മിലുള്ള റേഷ്യോ എന്തായിരുന്നു? S1 to S2 to S3 is equal to 1 to 3 to 5 ആയിരുന്നു ഓഡ് നമ്പർ. ഇതിന്റെ റിവേഴ്സ് റേഷ്യോ ഉണ്ട്. അതിന്റെ പ്രൂഫിലേക്ക് ഞാൻ പോകുന്നില്ല. റിവേഴ്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റിൽ ഇവർ കവർ ചെയ്യുന്ന ടൈം ഇയാൾ T1 ഇയാൾ T2 ഇയാൾ T3 ആണെങ്കിൽ T1 to T2 to T3 എന്ന് പറയുന്നത് 1 to √2 - 1 to √3 - √2 അങ്ങനെ പോകും. അപ്പൊ ഇതിന്റെ നേരെ ഉൾട്ട റേഷ്യോ ആണ് ഇത്. ഇവിടെ ഈക്വൽ ടൈമിലെ ഡിസ്പ്ലേസ്മെന്റുകളുടെ റേഷ്യോ, ഇവിടെയോ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റിലെ ടൈമുകളുടെ റേഷ്യോ. ഇതറിയാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നോർമൽ വഴികളിൽ നിന്ന് വേറിട്ട് ഈ ചോദ്യമൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ റേഷ്യോ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ആ റേഷ്യോ മനസ്സിലായെങ്കിൽ പിന്നെ ഇത് ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ചെറിയൊരു കാര്യം കൂടി മനസ്സിലാക്കണം. എന്താ? മുകളിലേക്കുള്ള മോഷനെ താഴേക്കുള്ള മോഷനും ഏകദേശം ഒരേ രൂപത്തിലാണ് ഇതിനെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആ ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പറിൽ പറഞ്ഞിരുന്നു. ആദ്യത്തെ ഒരു സെക്കൻഡിൽ 5 മീറ്റർ താഴോട്ട് പോന്നു, അടുത്തൊരു സെക്കൻഡിൽ അതിന്റെ 3 ഇരട്ടി 15 പോരും, അടുത്തൊരു സെക്കൻഡിൽ അതിന്റെ 5 ഇരട്ടി 25 പോരും എന്ന് വിചാരിച്ചോ? വിചാരിക്കല്ല, അങ്ങനെ പോരൂ. ആദ്യം 5, പിന്നെ അതിന്റെ 3 ഇരട്ടി, പിന്നെ അതിന്റെ 3 ഇരട്ടി. ഇതൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ u0 ആവണേ, ആക്സിലറേഷൻ കോൺസ്റ്റന്റും ആവണേ. ഇത് രണ്ടുമാണ് അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ. മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ ഇത് രണ്ടും ഓക്കെയാണ്. u0 ആണ് ഫ്രീലി ഫാൾ ചെയ്യുമ്പോൾ. അതുപോലെ a എന്ന് പറയുന്നത് g ആണ്. ഇപ്പൊ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ വൃത്തിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇത്. അതുപോലെ ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പർ പോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സാധനം. അതെന്താ? ആദ്യത്തെ ഒരു പർട്ടിക്കുലർ ദൂരം കവർ ചെയ്യാൻ എടുത്ത ദൂരം ടൈം T1 ആണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ 1 സെക്കൻഡ് ആണെന്ന് വിചാരിച്ചോ. ഇത് 1 സെക്കൻഡ് ആണ് എടുത്തത് ഈ ദൂരം കവർ ചെയ്യാൻ. അതേ ദൂരം പിന്നെ കവർ ചെയ്യാൻ √2 - 1 × 1 എന്ന് പറഞ്ഞാൽ ഇതിന്റെ √2 - 1 ടൈംസ്. അടുത്ത അതേ ദൂരം കവർ ചെയ്യാൻ √3 - √2 ടൈംസ് ഓഫ് 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ √3 - √2 × 1. ഇത് √2 - 1 × 1. മനസ്സിലായോ? ഇവിടെ ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പർ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? താഴേക്ക് ഫോളോ ചെയ്യുന്ന അതേ റേഷ്യോ മേലേക്ക് ഫോളോ ചെയ്യും. എങ്ങനെ? 5, 15, 25 ആണ് 3 സെക്കൻഡ് കൊണ്ട് താഴേക്ക് പോകുന്നതെങ്കിൽ മേലേക്ക് എങ്ങനെ പോവാ? ആദ്യത്തെ ഒരു സെക്കൻഡിൽ 25 ആണ് പോവാ. അതായത് 45 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഒരു കല്ലിനെ എറിഞ്ഞ് എത്തിക്കണമെങ്കിൽ
ആദ്യത്തെ ഒരു സെക്കൻഡിൽ 25 പോവുക, അടുത്ത രണ്ടാമത്തെ സെക്കൻഡിൽ 15 പോവുക, ലാസ്റ്റ് സെക്കൻഡിൽ 5 പോവുക. ലാസ്റ്റ് സെക്കൻഡിൽ 5 പോവാന്നൊക്കെ S= VT - ½ t² എന്ന് പറയുന്ന അഞ്ചാമത്തെ കൈനമാറ്റിക് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ കിട്ടും. VT ഇല്ല, 0 ആണ്. -½ × a എന്ന് പറഞ്ഞാൽ 10 ആണ്. t² എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ ഒരു സെക്കൻഡ് ആണ്. അപ്പൊ 1² 10/2 5 മീറ്റർ കിട്ടും. -10 ആയിരിക്കും, മൈനസും പോകും. അപ്പൊ +5 മീറ്റർ കിട്ടും. അതായത് ലാസ്റ്റത്തെ ഒരു സെക്കൻഡിൽ 5 പോവുക, ഫസ്റ്റത്തെ ഒരു സെക്കൻഡിൽ 5 താഴോട്ട് വരിക. അപ്പൊ ഒരു ബോഡി ഡ്രോപ്പ് ചെയ്താൽ ആദ്യത്തെ ഒരു സെക്കൻഡിൽ 5 മീറ്റർ താഴോട്ട് വരുന്നു. ഒരു ബോഡി എറിഞ്ഞു മുകളിലേക്ക് എത്തിക്കുമ്പോൾ അവസാനത്തെ ഒരു സെക്കൻഡിൽ 5 മീറ്റർ മേലോട്ടും പോകും. അപ്പം താഴോട്ടും മേലോട്ടുള്ള റേഷ്യോ ഗലീലി ഓഡ് നമ്പറിൽ നമ്മൾ സംസാരിച്ചിരുന്നു. താഴോട്ടുള്ള അതേ റേഷ്യോ മേലോട്ട് ഫോളോ ചെയ്യും. അതേപോലെ തന്നെ ഇവിടെയും എന്ന് പറഞ്ഞാൽ ആദ്യത്തെ S ദൂരം കവർ ചെയ്യാൻ 1 സെക്കൻഡ് എടുത്തതെങ്കിൽ അടുത്ത S ദൂരം കവർ ചെയ്യാൻ അതിന്റെ √2 - 1 ടൈംസ് ആണെങ്കിൽ, ഈ S ദൂരം കവർ ചെയ്യാൻ അതിന്റെ √3 - √2 ടൈംസ് ആണെങ്കിൽ, ഇനി മേലേക്ക് എറിഞ്ഞ് എത്തിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. √3 - √2 ഇൻറ്റു ഒരു പർട്ടിക്കുലർ ടൈം കവർ ചെയ്യാനാണ് S ദൂരം കവർ ചെയ്യാൻ അത്രയും സമയം എടുത്തതെങ്കിൽ അതിന്റെ √2 - 1 ഇൻറ്റു ടൈംസ് ആയിരിക്കും അടുത്തത് 1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഈ റേഷ്യോ മേലോട്ടും ഫോളോ ചെയ്യുന്ന അർത്ഥം. മനസ്സിലായോ? ഇതിന്റെ പ്രൂഫിലേക്ക് ഇപ്പൊ ഞാൻ പോയിട്ടില്ല. നിങ്ങൾക്ക് ഇക്വേഷൻസ് വെച്ച് നോക്കിയാൽ ഈ പ്രൂഫ് കറക്റ്റ് മനസ്സിലാവും. അപ്പൊ താഴോട്ടുള്ള റേഷ്യോ മേലോട്ട് അപ്ലൈ ചെയ്യാം, റിവേഴ്സിൽ അപ്ലൈ ചെയ്താൽ മതി. ഈ ഒരു ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം താഴോട്ടുള്ള റേഷ്യോ നിങ്ങൾക്ക് അറിയാലോ. താഴോട്ട് ഇയാൾ T ടൈമാണ് എടുത്തത് വിചാരിച്ചോ, ഇവിടെ ഇങ്ങോട്ട് T ടൈമാണ് എടുത്തത് എങ്കിൽ അടുത്ത h/3 എത്ര എടുത്തിട്ടുണ്ടാവുക? അടുത്ത h/3 √2 - 1 ഇൻറ്റു T ആയിരിക്കും. അടുത്ത h/3 അത് √3 - √2 ഇൻറ്റു T ആയിരിക്കും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ h/3 മേലോട്ട് പോകാൻ എടുത്തത് എത്ര ആയിരിക്കും? അത് √3 - √2 ഇൻറ്റു T ആയിരിക്കും. അടുത്തത് പോകാൻ എടുത്തത് √2 - 1 ഇൻറ്റു T ആയിരിക്കും. അടുത്തത് പോകാൻ എടുത്തത് T ആയിരിക്കും. അതായത് ഇങ്ങോട്ട് √3 - √2 ഇൻറ്റു T, ഇത് √2 - 1 ഇൻറ്റു T, പിന്നെ ഒരു T, ഇനി അവിടുന്ന് താഴോട്ട് അടുത്ത T, അതിന്റെ √2 - 1 ഇൻറ്റു T, അതിന്റെ √3 - √2 ഇൻറ്റു T. അതായത് താഴോട്ടുള്ള അതേ റേഷ്യോ മേലോട്ടും കീപ്പ് ചെയ്യും. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഈസ് വെരി ഈസി, സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ദൂരം കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം T ആണെന്ന് എടുത്തതെങ്കിൽ മേലോട്ട് ആ ദൂരം എടുക്കാൻ എടുക്കുന്ന ടൈമും T ആയിരിക്കും. ഇതാണ് ഇതിന്റെ ലോജിക്ക്. ആ ലോജിക്ക് ഉപയോഗിച്ചാണ് ഞാൻ ഈ ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യണത്. ഞാൻ ആലോചിച്ച് നോക്കൂ, ഇവിടുന്ന് ഇവിടെ എത്താൻ എടുത്ത ടൈം എത്രയാ? അതാണ് നമ്മളെ ഫസ്റ്റ് T1. നമ്മുടെ T1 എന്താ? √3 - √2 ഇൻറ്റു T ആണ് നമ്മുടെ T1. ആരാ നമ്മുടെ T2? നമ്മുടെ T2 പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ പോയി തിരിച്ച് ഇവിടെ വരാൻ എടുക്കുന്ന ടൈമാ. അല്ലെ ഏതൊക്കെ പെടും? √3 - √2 ഇൻറ്റു T വരും, √2 - 1 ഇൻറ്റു T വരും, T വരും, പിന്നൊരു T വരും, പിന്നൊരു √2 - 1 ഇൻറ്റു T വരും. ഇത് വന്നു, ഇത് വന്നു, ഇത് വന്നു, പിന്നെ ഇത് വന്നു, പിന്നെ ഇത് വന്നു. 5 ടേം. 1 2 3 4 1 2 3 4 5. കണ്ടോ? മേലേക്കുള്ള ഈ Tയും താഴേക്കുള്ള ഈ T ഒക്കെ വേണം. അതാണ് ഇവിടെ T+T ഒക്കെ ഉള്ളത്. ഇത് രണ്ടും തമ്മിലുള്ള എന്തെടുക്കാനാ പറഞ്ഞത്? റേഷ്യോ എടുക്കാനാ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ കോമൺ ആയിട്ട് T പുറത്തെടുത്ത് എന്താ കിട്ടുക? √3 - √2 പ്ലസ് √2 - 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് അല്ലേ, √2 - 1 ഇവിടെ ഈ T പുറത്തു പോയി, ഇത് 1 ഇത് 1, ഇനി ഇവിടെ ഒരു √2 - 1 ഓൾ ഇൻറ്റു T. വെട്ടിപ്പോ ആരൊക്കെയാ? -√2 +√2 പോകും, -1ഉം +1ഉം പോകും, +1ഉം -1ഉം പോകും. അവിടെ ബാക്കിയുള്ളത് √3 - √2 ഇൻറ്റു T ആണ് ബാക്കിയുള്ളത്. ഇത് √3 - √2 ഇൻറ്റു T ആണ്. എവിടെ ഒരു വാളിച്ച ഉണ്ടല്ലോ, ഇത് √3, ബാക്കിയുള്ളത് +√2 ആണ്. ഓക്കെ, ഇത് +√2 ആണ്. അപ്പൊ ഇവിടെ ഉള്ളത് √3 - √2 ഇൻറ്റു T, ഇവിടെ ഉള്ളത് √3 + √2 ഇൻറ്റു T. അവർ തമ്മിൽ റേഷ്യോ എടുത്താൽ √3 - √2 മേലെ, √3 + √2 താഴെ, ഓപ്ഷൻ E ആണ് കിട്ടുക. അപ്പൊ ഞാൻ എങ്ങനെയാണ് നന്നായിട്ട് ഈ ചോദ്യം ചെയ്യാന്നാണ് കാണിച്ചത്. ആ ലോജിക്ക് ഉപയോഗിച്ച്. ഈ ലോജിക്ക് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ സാർ അതൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ എന്ന് കമന്റ് ചെയ്യണേ. ഭയങ്കര സിമ്പിൾ ആണ് കാര്യം. അതായത് താഴേക്ക് കീപ്പ് ചെയ്യുന്ന റേഷ്യോ റിവേഴ്സ് ഓർഡറിൽ മുകളിലേക്കും കീപ്പ് ചെയ്യും. മനസ്സിലായോ? അത് നമ്മൾ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ
ഗലീലിയോ ലോ ഓഫ് ഓഡ് നമ്പർ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു താഴേക്ക് 5, 15, 25 അങ്ങനെയാണ് പോവുക. ആദ്യം പോയത് 5 മീറ്റർ ആണെങ്കിൽ അടുത്ത അതേ ടൈമിൽ അതിന്റെ 3 ഇരട്ടി, അടുത്ത അതേ ടൈമിൽ അതിന്റെ 5 ഇരട്ടി. ഇവിടെ റേഷ്യോ 1:√2 - 1:√3 - √2 ആണ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റിലെ ടൈമിന്റെ റേഷ്യോ. ഇത് താഴേക്കുള്ള റേഷ്യോ മാത്രമല്ല, ഇതേ റേഷ്യോ ആണ് മുകളിലേക്കും കീപ്പ് ചെയ്യുക ഹൈറ്റ് സെയിം ആണെങ്കിൽ. മനസ്സിലായോ? അപ്പൊ നമുക്കൊരു ബോഡി മുകളിലെത്തി താഴെ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ കേസിലൊക്കെ ഇതും അപ്ലൈ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ h/3 സ്പ്ലിറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് ഇത് അപ്ലൈ ചെയ്തത്. നേരെ മറിച്ച് ഈക്വൽ ടൈമിലാ ചോദിച്ചിരുന്നെങ്കിൽ ഗലീലിയോ ഓഡ് നമ്പർ അപ്ലൈ ചെയ്യാം. ഈക്വൽ ഡിസ്പ്ലേസ്മെന്റുകളിൽ ചോദിച്ചത് കൊണ്ടാണ് ഗലീലിയോ ഓഡ് നമ്പർ അല്ലാത്ത മറ്റേ റേഷ്യോ അപ്ലൈ ചെയ്തത്. ആ രണ്ട് റേഷ്യോകൾ ഒന്ന് 1:3:5, ഒന്ന് 1:√2 - 1:√3 - √2 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോ. അപ്പൊ ക്ലിയർ അല്ലേ? അപ്പം ചില ആൾക്കാർക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടാവും, ഇങ്ങനെ അല്ലാണ്ട് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുക? അത് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ച് പോകാവുന്നതാണ്. കാരണം ഈ തിങ്ക് ഡിഫറൻറ്റ് സീരീസിൽ ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ചോദ്യം എന്ന് അറിയാവുന്ന ആളുകൾക്ക് ഇവിടെ വെച്ച് നിർത്തി പോകാവുന്നതാണ്. അവർക്ക് ഇത് ക്ലിയർ ആണ്. അല്ലാത്ത ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാത്ത ആളുകൾ എങ്ങനെയാണ് ഇത് ശരിക്കും ചെയ്യുക, അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ശരിക്കും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ പോകുന്നുണ്ട്. അതായത് h ഹൈറ്റിലൊരു ബിൽഡിങ്, h ഹൈറ്റിലെ ഈ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഒരു കല്ലെറിയാണ്. അപ്പൊ h/3 ഹൈറ്റിലേക്ക് അയാൾ എത്താൻ എടുക്കുന്ന ടൈമാണ് നമ്മുടെ T1 എന്ന് പറയുന്ന ടൈം. പിന്നെ അയാൾ വീണ്ടും ഒരു h/3 പോയി, വീണ്ടും ഒരു h/3 പോയി, തിരിച്ചു വന്ന് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈമാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ട T2 എന്ന് പറഞ്ഞ ടൈം. ഞാൻ ഇവിടെ കൊടുക്കുന്നത് s = ut + ½ t² എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്. ഇങ്ങനെ എനിക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ആരാ എസ്? ഫസ്റ്റ് കേസിൽ എസ് ആരാ? ഇവിടെ തുടങ്ങി ഇവിടെ എത്തി. അപ്പൊ s h/3 മേലേക്കാണ് h/3. യു ആരാ? യു എന്ന് പറയണത് നിങ്ങൾ നോക്കൂ, h ഹൈറ്റിലേക്ക് എത്താൻ ആവശ്യമായ യു എങ്ങനെ കണ്ടുപിടിക്കും? h എന്ന് പറഞ്ഞാൽ u²/2g ആ. നിങ്ങൾക്ക് അറിയാലോ, മാക്സിമം ഹൈറ്റിൽ എത്താൻ വേണ്ട ഇക്വേഷൻ hmax = u²/2g. അപ്പൊ u² എന്ന് പറയുന്നത് 2gh ആണ്, u എന്ന് പറയുന്നത് √2gh ആ. h ഹൈറ്റിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ h/3 h ആണല്ലോ. അപ്പൊ h ഹൈറ്റിലേക്ക് ഒരാൾ എത്തിക്കണമെങ്കിൽ അയാൾക്ക് വേണ്ട ഇനീഷ്യൽ വെലോസിറ്റി √2gh ആ. സോ u എന്ന് പറയുന്നത് √2gh ഇൻറ്റു T1 +½ ഇൻറ്റു ആരാ എ ജി, ആരാ T², അതാണ് T1². ഇത്രയാണ് ഞാൻ അവിടെ ഇപ്പൊ അപ്ലൈ ചെയ്തിട്ടുള്ള കാര്യം. നിങ്ങളതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു കോലം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ടോ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കോലം g/2 T1² ഇപ്പുറത്ത് വന്നു അല്ലേ? ഒരു മിനിറ്റ്, ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ½ g T1² മൈനസ് ആയിരിക്കും. എന്താ സൈൻ കൺവെൻഷൻ? ഒരു ഡയറക്ഷനിലുള്ളത് പ്ലസ് കൊടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് മൈനസ് കൊടുക്കണം. മേലോട്ടുള്ള h/3 പ്ലസ് കൊടുത്തു, മേലോട്ടുള്ള യുക്ക് പ്ലസ് കൊടുത്തു, u √2gh പ്ലസ് ആ എടുത്തത് എങ്കിൽ താഴോട്ടുള്ള ജിക്ക് മൈനസ് കൊടുക്കണം. ആ -½ g T1² ഇപ്പുറത്ത് വരുമ്പോൾ +½ g T1² ആവും. പിന്നെ -√2gh T1 ആവും, കാരണം അപ്പുറത്തത് പ്ലസ് ആയിരുന്നു, ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. ഓൾറെഡി അവിടെ ഉള്ളത് h/3 ആണ് = 0. ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. റെഡിയാണോ? ഇനി ഇതേപോലെ മറ്റേത് എഴുതിയാലോ, g/2 T2² - √2gh T2 + h/3 = 0. രണ്ട് ഇക്വേഷൻ. ആദ്യത്തേത് T1, ആദ്യത്തേത് ഇവിടെ എത്താനുള്ള T1, അടുത്തത് ഇവിടെ നിന്ന് ഇവിടെ എത്താനുള്ള T2. പക്ഷെ അവിടെ എങ്ങനെയാണ് -½ g T2² വന്നത്? നോക്കൂ, ഡിസ്പ്ലേസ്മെന്റ് മേലോട്ട് തന്നെയാണ്. അതായത് ഇവിടുന്ന് തുടങ്ങി ഇവിടെ എത്തി, തുടങ്ങിയ സ്ഥലവും അവസാനിച്ച സ്ഥലവും തമ്മിലുള്ള ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്, ഇനീഷ്യൽ ഫൈനൽ പൊസിഷൻസ് തമ്മിലുള്ള സ്ട്രേറ്റ് ലൈൻ ഡിഫറൻസ് അല്ലേ ഡിസ്പ്ലേസ്മെന്റ്? അത് പോസിറ്റീവ് തന്നെയാണ്, യു പോസിറ്റീവ് തന്നെയാണ്. അപ്പൊ ജിക്ക് മൈനസ് കൊടുത്തേ പറ്റൂ. അങ്ങനെ ഇതേ അച്ചിൽ ഇതേ ഇക്വേഷൻ എഴുതിയാൽ രണ്ട് ഇക്വേഷൻ കിട്ടും. ഒന്ന് T1 ഉള്ള ഇക്വേഷൻ, ഒന്ന് T2 ഉള്ള ഇക്വേഷൻ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് ആര്? ആ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് T1. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് T2. അപ്പൊ എനിക്ക് T1 T2 കണ്ടുപിടിക്കണം. അപ്പൊ -b അല്ലെ സൊല്യൂഷൻ കാണാൻ എങ്ങനെയാ? -b ± √b² - 4ac/2a. രണ്ട് ടേമിലും a സെയിം ആണ്. അപ്പൊ ഞാൻ T1/T2 ചെയ്യുമ്പോ ആ താഴത്തെ 2a വെട്ടിപ്പോയി കാണും, ബാക്കി ചെയ്താൽ മതിയാവും. ആരാ -b? T1ന്റെ കൂടെ ഉള്ള ഇയാളാണ് b, അത് -√2gh ആ. അപ്പൊ അതിനെ 2gh റൂട്ട് പ്ലസ് എടുക്കേണ്ടി വരും, -b ആണ്. ഇപ്പൊ മൈനസ് വെട്ടിപ്പോവും.
പ്ലസ് ഓർ മൈനസ് റൂട്ടിനുള്ളിൽ ആരാ ബി സ്ക്വയർ എന്താ 2gh മൈനസ് 4ac. ഓ 4ac കുറച്ച് പണിയെടുക്കാനുണ്ടല്ലേ. എ ആരാ എ g/2 T1ന്റെ കൂടെ വരുന്ന ആള് g/2 4a. സി ആരാ സി h/3. ഇത് ആരുടെ സൊല്യൂഷനാ? അതൊന്ന് ആലോചിച്ച് പറഞ്ഞേ. ഇത് ആരുടെ സൊല്യൂഷനാ? അത് T1ന്റെ സൊല്യൂഷൻ ആണ്. /2a ഉണ്ടാവും. ഞാൻ എന്താ /2a എഴുതാത്തത്? അത് T1ലും ഉണ്ടാവും T2ലും ഉണ്ടാവും. മനസ്സിലായോ? വെട്ടിപ്പോവും. അപ്പൊ T2 എന്താ? അത് √2gh പ്ലസ് ഓർ മൈനസ് റൂട്ടിന്റെ ഉള്ളിൽ മൈനസ് 2gh2. അപ്പൊ 2gh മൈനസ് 4ac 4 × g/2 × h/3. അയ്യോ ഇത് രണ്ടും ഒന്നല്ലേ? പക്ഷേ ഇത് രണ്ടും ഒന്നാണെന്ന് തോന്നുന്നെങ്കിലും ഇതിൽ ചെറിയൊരു കാര്യമുണ്ട്. കാരണം ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ശ്രദ്ധിച്ചില്ലേ, പ്ലസ് ഓർ മൈനസ് ആണ്. അപ്പോൾ ഇവിടം വരെയുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണല്ലോ T1. ഇവിടെ പോയി ഇവിടെ എത്താനുള്ള ടൈം ആണല്ലോ T2. ഏതായിരിക്കും വലുത്? വലുത് T2 ആയിരിക്കും. കാരണം ഇവിടെ പോയി ഇവിടെ എത്തണം. അപ്പൊ അതിന്റെ ചെയ്യുമ്പോൾ പ്ലസ് ഇടാം. അപ്പോഴല്ലേ ഇത് പ്ലസ്, അതല്ലേ വലുത്. T1 ചെയ്യുമ്പോൾ മൈനസ് ഇടാം. മനസ്സിലായോ? അപ്പൊ T1/T2 ചെയ്യുമ്പോൾ √2gh പ്ലസ് ഓർ മൈനസ് എന്നുള്ളടത്ത് മൈനസ് ഇടുക. T1 ചെയ്യുമ്പോൾ ചെറുതാണത്. മറ്റേത് √2gh പ്ലസ് ഇടുക. ടേം ഒക്കെ സെയിം തന്നെയാ. സെയിം എന്ന് പറയുമ്പോൾ ഇവിടെ 4gh/6 വരും. 2gh മൈനസ് 4gh/6 എത്രയാ? 6 × 2gh അല്ലേ? 12gh ന്ന് 4gh കുറക്കണം. 12gh ന്ന് 4gh കുറക്കുമ്പോൾ എത്രയാ? ഒരു മിനിറ്റ്. 12gh ന്ന് 4gh കുറക്കണം. അപ്പോൾ 8gh. 8gh ഡിവൈഡഡ് ബൈ 2 × 3 എത്രയാ? 6. 8ഉം 6ഉം വെട്ടിയാൽ 4ഉം 3ഉം. അപ്പോൾ 4gh/3 വരും. 4gh/3. ഈ റൂട്ടിനുള്ളിൽ അങ്ങനെ തന്നെ താഴെയും 4gh/3. ആ ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? എന്താ ചെയ്തത്? 2 3 6 6 × 2 12. 12gh മൈനസ് 4gh എത്രയാ? 8gh ബൈ 2 × 3 6. ആ 6 ആണ് ഈ 6. അപ്പൊ ഇവിടെ മൈനസ് വരും, ഇവിടെ പ്ലസ് വരും. ആ പ്ലസ് മൈനസ് വന്ന ലോജിക്ക് മനസ്സിലായില്ലേ? എന്താ ഇങ്ങനെ പോയി ഇവിടെ വരുന്നതുകൊണ്ട് അത് വലുതാ, ഇവിടെ വരുന്നതുകൊണ്ട് ചെറുതാ. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. റെഡി? അല്ലേ രണ്ടും ഒന്നല്ലേ എന്ന് വിചാരിക്കും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒന്നുമില്ല, ഇത് കാൽക്കുലേറ്റ് ചെയ്യണം, അത്ര തന്നെ. അപ്പൊ നമുക്ക് T1/T2 കിട്ടും. T1/T2 ആണോ T2/T1 ആണോ ചോദിച്ചത്? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ ടൈം ഇൻ വിച്ച് ഇറ്റ് ഈസ് ഹൈറ്റ് h/3 വൈൽ ഗോയിങ് അപ്പ്. ഗോയിങ് അപ്പ് ആണ് ആദ്യം. അപ്പൊ ഗോയിങ് അപ്പ് ആണ് ആദ്യം. റെഡി? ഗോയിങ് അപ്പ് ആണ് ആദ്യം. യെസ് യെസ്, T1/T2 തന്നെയാണ്. അപ്പൊ ചോദ്യം സെറ്റാണ്. സോ വി ഹാവ് T1/T2 ഈക്വൽ ടു, കാൽക്കുലേഷൻ മാത്രം ബാക്കി നിൽക്കുന്നു. എന്താണ്? √2gh മൈനസ് √4gh/3. ഇതാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. മറ്റേത് √2gh പ്ലസ് √4gh/3 ആണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് √3 × √2gh എന്ന് പറഞ്ഞാൽ √6gh വരും. ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് √4gh ഓക്കെ ബൈ √3 വരും. അത് രണ്ടിലും കോമൺ ഉള്ളതുകൊണ്ട് വെട്ടിപ്പോവും. ഇവിടെ √3, ഇവിടെ √3, ഇവിടെ അതേ √3 താഴെ വരും. താഴെയുള്ളത് √6gh പ്ലസ് √4gh ആണ് വരിക. അവിടെ ഒരു √3 ഉണ്ടാകും, പക്ഷെ ആ √3 വെട്ടിപ്പോവും. ഇനി കോമൺ ആരൊക്കെയാണെന്ന് നോക്കാം. √6gh മൈനസ് √4gh എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ gh പോയി. ആൻസർ ഇവിടെ √3 ഉണ്ടാവും, ഇവിടെ √2 ഉണ്ടാവും, ഒരു 2 പുറത്തിറങ്ങിയാൽ. ഇവിടെ √3 ഉണ്ടാവും, ഇവിടെ √2 ഉണ്ടാവും, ഒരു 2 പുറത്തിറങ്ങിയാൽ. ആ 2ഉം ഇവിടെ പുറത്തിറങ്ങിയ 2ഉം വെട്ടിപ്പോയി. ഇതേ ആൻസർ ആണ് √3 മൈനസ് √2/√3 പ്ലസ് √2. ഗൈസ്, ഇത് ചില ആൾക്കാരെ കേട്ടിട്ടുണ്ടാവും. കേട്ട ആളുകൾക്കറിയാം എത്ര പാടുപെട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. ഇതിലെ കാൽക്കുലേഷൻസും ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻസും ഒക്കെ ആ കാൽക്കുലേഷൻ നല്ല ടപ്പടപ്പേ അറിയുന്ന ആൾക്കാർക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. ഞാൻ തന്നെ കുറെ നോക്കിയാണ് ചെയ്തത്. ഇവിടെ എന്താ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. √6 എന്ന് പറഞ്ഞാൽ 2 × 3 ആയിരുന്നു. ഇത് 2 × 2 ആയിരുന്നു.
ഇവിടെ ഇത് 2 × 3 ആയിരുന്നു, ഇത് 2 × 2 ആയിരുന്നു. എല്ലാത്തിനും √2 പുറത്തെടുത്തു, ആ √2 വെട്ടിക്കളഞ്ഞു. ദാറ്റ്സ് ഓൾ. അപ്പൊ √3 - √2 ഡിവൈഡഡ് ബൈ √3 + √2 എന്ന് പറഞ്ഞ ആൻസറിലേക്ക് എത്താൻ പറ്റി. അത് തന്നെയാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പൊ നോക്കൂ, നമ്മൾ ഈ സീരീസിന്റെ പേര് അനർത്ഥമാക്കുന്ന തരത്തിൽ തന്നെ സംസാരിക്കുന്നത്. തിങ്ക് ഡിഫറന്റ് അല്ലെ, ഡിഫറന്റ് ആയിട്ട് തിങ്ക് ചെയ്യുക. ഈ ചോദ്യം നിങ്ങൾ സൊല്യൂഷൻസിൽ നെറ്റിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ പറ്റുക. എന്നാ നേരെ മറിച്ച് നമ്മൾ താഴോട്ടുള്ള റേഷ്യോ മുകളിലോട്ടും കീപ്പ് ചെയ്യും എന്നൊരു ബേസിക് ലോജിക്കിൽ t√2 - 1 × t √3 - √2 × t താഴേക്ക് കീപ്പ് ചെയ്യുമെങ്കിൽ മുകളിലേക്ക് തിരിച്ച് കീപ്പ് ചെയ്യും. അപ്പം ഇവിടുന്ന് ഇവിടെ താഴെ √3 - √2 × t, പിന്നെ ഇവിടെ പോയി ഇവിടെ പോയി ഇവിടെ പോയി ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ വരാൻ എടുക്കുന്ന ഇവിടെ പോയി ഇവിടെ പോയി ഇവിടെ പോയി ഇവിടെ വന്ന് ഇവിടെ വരാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ മതി. അങ്ങനെ ഡയറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. √3 - √2 / √3 + √2. ഇങ്ങനെയും ആൻസർ കിട്ടും. പക്ഷെ ഇങ്ങനെ കിട്ടുന്ന ആള് CAS തിയറിയില് ഇവിടെ ബ്രേക്ക് ആയ ആളാണ്. കോൺസെപ്റ്റ് ഉണ്ട്, അക്യുറേറ്റ് ആണ്, ആൻസർ ഒക്കെ കിട്ടി. പക്ഷെ അയാളുടെ സ്പീഡിലാണ് പ്രശ്നം. അയാൾക്ക് സ്പീഡില്ല. നേരെ മറിച്ച് ഈ മെത്തേഡിൽ ചെയ്യുന്ന ഒരു കുട്ടി CAS മെത്തേഡ് പാസ്സായ ആളാണ്. CAS മെത്തേഡ് പാസ്സായ ആൾക്കാണ് എൻട്രൻസ് കിട്ടുക. കോൺസെപ്റ്റ് ഉണ്ട്, അക്യുറസി ഉണ്ട്, സ്പീഡും ഉണ്ട്. കോൺസെപ്റ്റിനെ നന്നായി ഉപയോഗിച്ച് സ്പീഡിൽ പ്രോബ്ലം ചെയ്യാൻ അറിയാം. ആ കുട്ടിക്കാണ് വളരെ എളുപ്പത്തിൽ ഈ ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പൊ നീറ്റ് പോലത്തെ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാണ് നിങ്ങളെ നിങ്ങളുടെ പഠനത്തിന്റെ ഇടവേളകളിൽ സഹായിക്കുക എന്നുള്ള രൂപത്തിലാണ് തിങ്ക് ഡിഫറന്റ് എന്ന് പറഞ്ഞൊരു സീരീസ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ ഇതിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അതിന്റെ ഒരു നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സോ സെയിം ക്വസ്റ്റ്യൻ, സെയിം സിലബസ്, ഡിഫറെന്റ് വേ ഓഫ് തിങ്കിങ്. തിങ്ക് ഡിഫറന്റ്.